സിനിമാ മേഖലയിലെ തർക്കത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലും മത്സരം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് പത്രിക നൽകാൻ സാന്ദ്ര തോമസ് എത്തിയത്. പ്രതിഷേധ സൂചകമായി പർദ്ദയിട്ടാണ് പത്രിക നൽകാൻ എത്തിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ആരോപിച്ച് സംഘടനാ നേതാക്കൾക്കെതിരെ സാന്ദ്ര തോമസ് നേരത്തെ കേസ് നൽകിയിരുന്നു. സാന്ദ്ര തോമസ് പത്രിക നൽകാൻ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സിനിമാ താരങ്ങളുടെ സംഘടനയിലെ തർക്കത്തിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്കും ഈ തർക്കം വ്യാപിക്കുന്നു. അതാണിപ്പോൾ വ്യക്തമാവുന്നത്. നേരത്തെ സാന്ദ്ര തോമസ് ഈ അസോസിയേഷനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ സംഭവിക്കുന്ന എന്താണ്? സാന്ദ്ര തോമസ് ഈ നിലപാടെടുത്ത് എന്താണ് അവരുടെ വിശദീകരണം ഇക്കാര്യത്തിൽ? സജിത്ത്, നിർമ്മാതാക്കളുടെ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത മാസം ഓഗസ്റ്റ് 14-നാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നിലവിലുള്ള സ്ഥാനത്തിരിക്കുന്ന അവരുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർക്കെതിരെ തന്നെ നിലവിൽ സാന്ദ്ര തോമസിൻ്റെ ഒരു പരാതികളെല്ലാം തന്നെ നിലവിൽ പോകുന്നുണ്ട്. അവരുടെ പരാതിയിലടക്കം കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സംഘടന സാന്ദ്ര തോമസിനെതിരെ നടപടി സ്വീകരിക്കുകയും അവർ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, അതിൽ നിന്ന് പുറത്താക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സാന്ദ്ര തോമസ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതായി പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇനി അവർ ഇന്ന് വന്നിരിക്കുന്ന അതും ഒരു കൗതുകമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അവർ പർദ്ദ ധരിച്ചെത്തിയിരിക്കുന്നത് പ്രതിഷേധ സൂചകമാണെന്ന് അവർ പറയുന്നു. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് വരുമ്പോൾ കുറെ കൂടി വിശദമായി സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് പറയുന്നത്, നേരത്തെ സിനിമാ ചർച്ചകൾക്ക് വേണ്ടി നേരത്തെ സാന്ദ്ര തോമസിൻ്റെ പലവിധമായ കാര്യങ്ങളും തർക്കങ്ങളും എല്ലാം തന്നെ ഈ സിനിമാ സംവിധാനം സംബന്ധിച്ച തർക്കങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും അവർ ആരോപിച്ചതുപോലെ ഇതൊരു ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് ഒരു പ്രാതിനിധ്യം നൽകാത്ത രീതിയിൽ കാര്യങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന രീതിയിലാണ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനെതിരെ തനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അവർ സിനിമാ നിർമ്മാണത്തിനടക്കം തടസ്സങ്ങൾ നേരിട്ടതായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ സിനിമാ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ചയ്ക്കെത്തിയപ്പോൾ ഇവരുടെ വേഷവിധാനം അത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ സംസാരം എത്തുകയും മറ്റുള്ളവരുടെ ഭാരവാഹികളുടെ സംസാരം എത്തുകയും അത് തനിക്ക് അപമാനകരമായ രീതിയിലേക്ക് അവർ സംസാരിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ച ഇവർ പരാതി നൽകുന്നു. ഈ പരാതിയിൽ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന് കോടതി നടപടികളടക്കം തുടർന്ന് വരുവാനിരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്കകത്തേക്ക് വരുമ്പോൾ താനത് പ്രതിഷേധ സൂചകമായി ഇപ്പോൾ പർദ്ദ ധരിക്കുന്നു എന്നതാണ്. ഈ ഒരു പർദ്ദ ധരിക്കുന്നതിലൂടെ താൻ അവർക്കൊരു മറുപടി നൽകുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇത് ഈ രീതിയിലേക്ക് കടന്നു വരണമെന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ അവരൊരു പ്രതിഷേധം പരസ്യമായി പ്രകടമാക്കുന്നു എന്ന രീതിയിലാണ് അവർ പർദ്ദ ധരിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇതിനകത്തേക്ക് അവർ പത്രികാ സമർപ്പണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി പോയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അവർ വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ പത്രിക സമർപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പാനലായോ മറ്റു രീതിയിലോ എല്ലാം തന്നെ ഇത് മാറപ്പെടുമോ എന്നത് വ്യക്തമല്ല. ഏതായാലും ഓഗസ്റ്റ് 14-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിനിമാ താരസംഘടനയ്ക്കകത്തെന്ന പോലെ തന്നെ ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയിലും അവരുടെ സംഘടനയിലും തന്നെ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധ ശബ്ദങ്ങളും സ്വരങ്ങളും എല്ലാം തന്നെ ശക്തമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മത്സരരംഗത്തേക്ക് വരുന്നത്. ഇനി മറ്റുള്ളവരൊരു പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും താരസംഘടന പോലെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലും സ്ത്രീകൾ തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിൽ അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ഇപ്പോൾ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ സാന്ദ്ര ഇതിൽ ഒരു പ്രതിഷേധമായി താൻ മത്സരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന ഏകാധിപത്യ പ്രവണതകൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കൂടി ഒരു തൊഴിലിടമാണ് ഇതെന്ന് ഇവർ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നതാണ് അവർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അവർ തിരിച്ചെത്തുമ്പോൾ സംസാരിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സജിത, സാന്ദ്ര തോമസ് തിരികെ വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയും. ഒരു കാര്യം വ്യക്തമാണ്, താരസംഘടനകളുടെ തർക്കത്തിന് പിന്നാലെ ഇപ്പോൾ സിനിമയിലെ കൂടുതൽ സംഘടനകളിലേക്കും ഈ തർക്കം വ്യാപിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും സ്റ്റാർ വാർസ് അത് പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് സിനിമാ രാഷ്ട്രീയ സംഘടനകളിലെ തർക്കത്തിന് സമാനമായി നേതാക്കൾ ഇരുപക്ഷവും ചേർന്നുകൊണ്ട് ഇരു വിഭാഗവും സജീവമായിക്കൊണ്ടുള്ള നീക്കങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ആ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആരോപണ വിധേയർ അമ്മ ജനറൽ ബോഡി മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നതാണ് ഉചിതമെന്ന് നടൻ രവീന്ദ്രൻ വ്യക്തമാക്കുന്നു. സംഘടനയിൽ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. അത്തരം കാര്യങ്ങളോടൊക്കെയുള്ള പ്രതിഷേധവും തിരുത്തലുമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം.
സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും രവീന്ദ്രൻ ന്യൂസ് 18 പറയും. നിരവധി വിവാദങ്ങൾ അഭിമുഖീകരിച്ച ശേഷം അമ്മ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അമ്മയെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ചും വളരെയധികം വിവാദങ്ങൾ ആരോപണ വിധേയരുൾപ്പെടെ മത്സര രംഗത്തുള്ള ഒരു സാഹചര്യത്തിൽ മത്സര രംഗത്ത് തന്നെയുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ, അമ്മ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഏറ്റവും വലിയ കാര്യം ഒറ്റ പ്രശ്നമുള്ളൂ പണ്ട് തൊട്ടേ. അത് ഈ ആരോപണ വിധേയം ആയിട്ടുള്ള ആൾക്കാർ അമ്മയിൽ ഉണ്ടാവുന്നതും അവരുടെ തലപ്പത്ത് നിൽക്കുന്നതിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് നമ്മളെപ്പോഴും കുറേ നാളുകളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ദുഃഖമുണ്ട്. അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പര്യവസാനം ഉണ്ടാവണം. മറ്റുള്ളവർ ചെയ്യുന്ന പഴി താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ശ്രീ മോഹൻലാൽ ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. അദ്ദേഹം ആഗ്രഹിച്ചിട്ട് മാറിയതല്ല. ഇതേ ചോദ്യം തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം എന്ത് പറയണമെന്ന് പറയാതെ വന്നിട്ട് വിഷമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പഴിക്ക് ഇദ്ദേഹം അതിന് പഴി കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതിനോട് വന്ന് ആർക്കും താല്പര്യമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടത് ആരാണോ ആരോപണ വിധേയരായിട്ടുള്ളവർ അവർ സ്വയം മനസ്സിലാക്കിയിട്ട് അവരാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത്. അവരാണ് അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനമാണ് ആക്ച്വലി മുഖ്യം. കാരണം ഒരാൾക്ക് നമുക്ക് വന്നിട്ട് അത് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഞാനിപ്പോൾ ഇലക്ഷന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല ഒരു ഇലക്ഷൻ നിൽക്കണം. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിന്നിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടി, ഈ രണ്ടുപേരും. അമ്മ എന്നുള്ളൊരു പേര് തന്നെ നമ്മൾ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ മുരളിയാണ് ഇതുണ്ടായത്. ഞാൻ തുടക്കകാലത്ത് ആദ്യത്തെ ആ പഞ്ചായത്ത് ഓഫീസിൽ തുടങ്ങിയ മീറ്റിംഗ് കൂട്ടി ഇതിൻ്റെ പുറകെ ഉള്ള ഒരുത്തനും ഇതുവരെ ഞാൻ അതിനെ ഒരു ബഹുമാനിക്കുകയും അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ഞാൻ അതിനെ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സംഘടനയിൽ കൂടി തന്നെ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാലത്ത് വന്ന് എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു അസോസിയേഷനായിരുന്നു, ഒരു സംഘടനയായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഈ ഒരു സംഘടന ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറേണ്ടതാണ് എന്നുള്ളതിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സാന്ദ്ര തോമസ് മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് രവീന്ദ്രൻ്റെ വാക്കിലേക്ക് മടങ്ങി. ഇങ്ങനെ ഒരു എന്താണ് പരതയിട്ടൊക്കെ ഒരു പത്രമുള്ള ഒരു കാര്യം. ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ